ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ദേവയാനി ചരിതമാണ്. യയാതി ചരിതവും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. രണ്ടും വെവ്വേറെ പറഞ്ഞുതരും. ഗുരുക്കന്മാർ രണ്ടുപേരാണ്. ഒന്ന് ദേവഗുരു ബൃഹസ്പതി, അദ്ദേഹത്തിന് ഒരു പുത്രൻ കചൻ. രണ്ടാമത്തത് അസുരഗുരു ശുക്രാചാര്യർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഊർജസ്വത ആണ് ഭാര്യ. അവർക്ക് ഒരു പുത്രി ദേവയാനി എന്ന ഒരു പുത്രിയും ഉണ്ട്. അവരുടെ അച്ഛൻ്റെ കഥയൊക്കെ പ്രിയവ്രതന് 10 പുത്രങ്ങൾ, അതായത് ധ്രുവൻ്റെ വലിയച്ഛനായ പ്രിയവ്രതന് 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ 10 ആൺകുട്ടികളുടെ കഥ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ഒരു പെൺകുട്ടിയാണ് ഊർജസ്വത. ഈ ഊർജസ്വതയെ വിവാഹം കഴിച്ചിരിക്കുന്ന ശുക്രാചാര്യരാണ്. ശുക്രാചാര്യർ അസുരഗുരുവാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരേ ഒരു പുത്രിയാണ് ഉണ്ടായത്, ദേവയാനി. ദേവയാനി വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ അതോടെ ഇരിക്കട്ടെ. ഇനി വൃഷഭർവാവ്, അസുര രാജാവ്. വൃഷഭർവാവിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ സമീപത്താണ് ഇവരുടെ താമസം. അത് വൃഷഭർവാവ് അവരെ വിളിച്ചു വരുത്തി അങ്ങനെ താമസ സൗകര്യം ഒരുക്കി കൊടുത്തതാണ്. കാരണം അസുരഗുരുവാണല്ലോ അദ്ദേഹം. ഈ വൃഷഭർവാവും അസുര രാജാവാണ്. അദ്ദേഹത്തിന് ഒരു പുത്രിയുണ്ട്, ശർമ്മിഷ്ഠ എന്ന പേര്. ആ ശർമ്മിഷ്ഠയും ഇവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. രണ്ടുപേരും സുന്ദരവതികളാണ്. രണ്ടുപേരും വളരെ സ്നേഹിതികളുമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വളരെ സ്നേഹിതമായി പറഞ്ഞു. കജൻ, അതായത് ദേവഗുരു ബൃഹസ്പതിയുടെ പുത്രൻ കജൻ എന്ത് ചെയ്തു ചോദിച്ചാൽ, ഈ ശുക്രാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് എങ്ങനെയെങ്കിലും ആ മന്ത്രം, അതായത് മൃതസഞ്ജീവിനി മന്ത്രം, ലോകത്ത് അറിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് ശുക്രാചാര്യർ. മരിച്ചവരെ ജീവിപ്പിക്കാൻ അറിയുന്ന മന്ത്രത്തിന് പേരാണ് മൃതസഞ്ജീവിനി മന്ത്രം. ഈ മന്ത്രം ലോകത്ത് ആർക്കും അറിയില്ല, അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ദേവന്മാർക്ക് ഒരുപാട് ദ്രോഹമുണ്ട്. എന്താ വെച്ചാൽ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെയൊക്കെ ഇദ്ദേഹം ജീവിപ്പിക്കും. അത് ഞാൻ ഈ കഥകളൊക്കെ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ അത് പറയാം. അപ്പോൾ അവർക്കൊരു തലവലിയായി. അപ്പോൾ കജൻ എന്തു പറഞ്ഞു, ബൃഹസ്പതി പുത്രൻ, ഞാൻ പോയി അത് പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. ഇവിടെ വന്നു ശുക്രാചാര്യരുടെ ശിഷ്യത്വം ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇന്ന ആളാണെന്നൊന്നും ഐഡൻറ്റിറ്റി ഒന്നും പറയാതെ ശുക്രാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങനെ വളരെ ബന്ധുവായി ഇരുന്നു. നല്ലൊരു ശിഷ്യനെ പോലെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ദേവയാനി ഈ കജനെ വല്ലാതെ സ്നേഹിച്ചു പോയി. കജൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല കേട്ടോ, ദേവയാനി ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നു, വളരെയധികം സ്നേഹിച്ചിരുന്നു. ഈ കജൻ അസുരഗുരു ആയ ശുക്രാചാര്യരെ പറ്റിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അസുരന്മാർക്ക് മനസ്സിലായി. നമ്മുടെ ഗുരുവാണ്, അവരെ ചതിക്കാൻ വന്നവനാണ് കജൻ. അപ്പോൾ ഈ കജനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നവർ തീരുമാനിച്ചു. ഒരു ദിവസം കജൻ പശുവും കൊണ്ട് പശു മേയ്ക്കാൻ പോയ സമയത്ത് ഈ അസുരന്മാരൊക്കെ 2-3 അസുരന്മാർ കൂട്ടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അവനെ വെട്ടിക്കൊന്ന് ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. ഇനി അവൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെന്നായ്ക്കൾ അത് തന്നു. അപ്പോൾ വൈകുന്നേരമായി, ഒരുപാട് നേരമായ സമയത്ത് കജനെ കണ്ടില്ല. ദേവയാനിയാണെങ്കിൽ കജനെ വളരെ സ്നേഹിക്കുന്നു. അപ്പോൾ അച്ഛനോട് പോയി കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത പുത്രിയായിരുന്നു, ദേവയാനിയായിരുന്നു. അത് പാടില്ലാത്തതാണ്. പുത്രിമാരെ അധികം സ്നേഹിച്ചാൽ ഉള്ള ദുഃഖം നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പല സ്ഥലത്തും പലതും കാണുന്നുണ്ട്. അതൊന്നും നമ്മൾ പറയാൻ വയ്യ. പക്ഷേ ഇയാളുടെ ഒരു ബലഹീനത ആയിരുന്നു. അപ്പോൾ ദേവയാനി വന്നു ഇത്രയും നേരം കരഞ്ഞ സമയത്ത് അദ്ദേഹം ഉടനെ മനസ്സിൽ ധ്യാനിച്ച് കജനെ വിളിച്ചു. ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ സമയത്ത് കജൻ വന്നു. സന്തോഷമായി. എന്താ സംഭവിച്ചതെന്നൊന്നും ചോദിച്ചില്ല, സന്തോഷമായി. അങ്ങനെ കഴിഞ്ഞു. ഈ വിവരം അസുരന്മാർക്ക് മനസ്സിലായി. കജൻ വീണ്ടും ജീവിച്ചു വന്നു. അപ്പോൾ അവർ അടുത്ത പണി എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം പൂജയ്ക്കുള്ള പുഷ്പം ശേഖരിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ ഇവനെ പിടിച്ച് കഷ്ണമാക്കി
നല്ല അരച്ച സമുദ്രത്തെ കൊണ്ടൊക്കെ കലക്കി. അപ്പോഴും രാത്രി നേരമായി, കജനെ കാണാനില്ല. ദേവയാനി കരയാൻ തുടങ്ങി. അച്ഛൻ്റെ അടുത്ത് പോയി നിലവിളിച്ചു, ഇങ്ങനെ അച്ഛ കാണാനില്ലല്ലോ. അപ്പോൾ ശുക്രാചാര്യർ വീണ്ടും അവനെ വിളിച്ചു. വിളിച്ച സമയത്ത് അവൻ വീണ്ടും വന്നു. 2 ഇവർ 3ാമത്തെ പ്രാവശ്യമായി ഇവനെ എങ്ങനെയും വിട്ടാൽ പറ്റില്ല. ഇവൻ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കും, നമുക്ക് അസുരവർഗം നശിച്ചു പോവും എന്ന്. അതുകൊണ്ട് എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് 3ാമത്തെ പ്രാവശ്യം ഇയാൾ പോയ സമയത്ത് പിടിച്ച് കെട്ടി വെട്ടിക്കൊന്ന് വറുത്ത്, നല്ലപോലെ വറുത്ത് പൊടിച്ച് ശുക്രാചാര്യർ കഴിക്കുന്ന മദ്യത്തിൽ കലക്കി. ശുക്രാചാര്യർ ദിവസം കുറച്ച് മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനൊക്കെ കൂടെ കഴിച്ചിരുന്നു. അതിൽ കലക്കി കൊടുത്ത സമയത്ത് അദ്ദേഹം അത് കഴിച്ചു. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം കഴിച്ചു. വീണ്ടും സമയമിരുട്ടി, രാത്രിയായി, കജനെ കാണാനില്ല. ദേവയാനി വീണ്ടും കരയാൻ തുടങ്ങി. ശുക്രാചാര്യർക്ക് മനസ്സിലായില്ല എന്താ കാരണം. അപ്പോൾ വിളിച്ച സമയത്ത് കജൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ കജനോട് ചോദിച്ചു, നീ എവിടെയായിരിക്കണം? ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വയറ്റിലാണ്. ഇന്നമാതിരി നിങ്ങൾ കഴിച്ച മദ്യത്തിൽ എന്നെ വറുത്ത് കലക്കി ഞാൻ വയറ്റിൽ പെട്ടുപോയി. ശുക്രാചാര്യർ ആകെ വലിയ പ്രശ്നമായി. എന്താ ചെയ്യുക, ഇനി ജീവിക്കുക? എന്താ ചെയ്യുക വെച്ചാൽ, ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ശുക്രാചാര്യർ മരിക്കും. ഞാൻ പറഞ്ഞിരുന്ന മന്ത്രം ഒരിക്കലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പണ്ട് കഥയിൽ പറഞ്ഞിട്ട് അതുപോട്ടെ, അത് പിന്നെയും പറയാം. പക്ഷേ മരിക്കും, അവൻ പുറത്തു വരും. അപ്പോൾ ശുക്രാചാര്യർ മരിക്കും. അതല്ലെങ്കിലോ കജൻ മരിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ, മകളോട് ചോദിച്ചു, നിനക്ക് അച്ഛൻ വേണോ കജൻ വേണോ? ചോദിച്ച സമയത്ത് മകൾ പറഞ്ഞു, എനിക്ക് 2 പേരും വേണം. അച്ഛൻ വലിയ ശ്രേഷ്ഠനാണ്. എന്നെ അടുത്ത് ഇത്രത്തോളം അമ്മയില്ലാത്ത എന്നെ ഇങ്ങനെ സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് അച്ഛനെ എനിക്ക് ഒരിക്കലും വിടാൻ വയ്യ. കജനെയാണെങ്കിൽ ഞാൻ ഭയങ്കരമായി സ്നേഹിച്ചും പോയി. അതുകൊണ്ട് അച്ഛന് ഈ ലോകത്തെ എല്ലാം അറിയാം. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ചിന്തിച്ച് ഇതിന് മാർഗം കണ്ട് കജനെയും ജീവിപ്പിക്കണം. എനിക്ക് അച്ഛനും വേണം. പോലെ ഗുരുവരെ അദ്ദേഹം ആലോചിച്ചു, വളരെയധികം ആലോചിച്ചു. ഒരു വഴി കണ്ടുപിടിച്ചു. എന്താ ചോദിച്ചാൽ, ഈ മൃതസഞ്ജീവിനി മന്ത്രം കജന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കജൻ അത് ജപിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വയറ് പൊട്ടി പുറത്തു വരും. പുറത്തു വന്ന സമയത്ത് ഇയാൾ ആ മന്ത്രം ജപിച്ച് ശുക്രാചാര്യരെ ജീവിപ്പിക്കുക. ഇങ്ങനൊരു വഴി കണ്ട് കജനോട് ഇത് പറഞ്ഞു കൊടുത്തു. ഇന്നെ പോലെ ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം, നീ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. കജൻ സമ്മതിച്ചു. കാരണം ഒന്നാമത് തൻ്റെ ഗുരു കൂടിയാണല്ലോ, അതുകൂടെ ആലോചിക്കണമല്ലോ. അദ്ദേഹം അത് വളരെ സന്തോഷമായി സമ്മതിച്ചു. ശുക്രാചാര്യർ ഈ മന്ത്രം ജപിച്ച സമയത്ത് വയറ് പൊട്ടി കജൻ ജീവിച്ച് പുറത്തു വന്നു. കജൻ ഉടനെ മന്ത്രം ചൊല്ലി ശുക്രാചാര്യയും ജീവിപ്പിച്ചു. അങ്ങനെയായി 2 പേരും ജീവിച്ചു. ഈ ദേവയാനി എന്ത് ചെയ്തു? കജനോട് പറഞ്ഞു, നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കജൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. ഞാൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ്. അപ്പോൾ എനിക്ക് ദേവലോകത്ത് പോയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കില്ല, ഞാൻ കഴിക്കില്ല. ദേവയാനി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. എന്ത് ചെയ്തിട്ടും അയാളെ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഉടനെ ഒരു ശാപം കൊടുത്തു. എന്താ? ഗുരുവിനെ വഞ്ചിച്ച് നീ ഒരു വിദ്യ പഠിച്ചതുകൊണ്ട് ആ വിദ്യ നിനക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോട്ടെ എന്നൊരു ശാപം കൊടുത്തു. അപ്പോൾ കജൻ എന്ത് ചെയ്തു അറിയോ? ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ദേവയാനിയെ. നീ ബ്രാഹ്മണത്തെയാണ്, ബ്രാഹ്മണവർഗത്തിൽ പെടുന്നവളാണ്. അതുകൊണ്ട് നിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാൾ നിന്നെ വിവാഹം കഴിക്കാതിരിക്കട്ടെ എന്ന് ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും കൊടുത്തു. കജൻ സ്വർഗത്ത് പോവുകയും ചെയ്തു. ദേവയാനി ഒരുപാട് കാലം കജനെ വിചാരിച്ചിരുന്നു. കാലക്രമേണ ഇങ്ങനെ അത് മറന്നുപോയി. അപ്പോൾ ഇനിയാണ് നമ്മൾ മറ്റേ കഥയിലേക്ക് പറയുന്നത്. ശർമ്മിഷ്ഠിയും യയാതിയും ഒക്കെ വരാൻ പോകുന്ന കഥ. അപ്പോൾ ശർമ്മിഷ്ഠിയും വൃഷഭവാന്റെ ഒത്ത് ശർമ്മിഷ്ഠിയും ഇവർ 2 പേരും നല്ല സ്നേഹിതകളാണ് പറഞ്ഞല്ലോ. ഇവർ 2 പേരും കളിക്കാനും കുളിക്കാനും ഒക്കെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം നദിയിൽ കുളിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തൊന്നും വസ്ത്രമില്ല, വസ്ത്രമൊക്കെ കരയിൽ വെച്ചിരിക്കണം.
ഒരു സുന്ദരനായ ഒരു രാജകുമാരൻ, രാജാവ് എന്ന് പറയും, രാജകുമാരൻ നദിയുടെ അക്കരയിൽ നിന്ന് നദി ഇക്കരയിലേക്ക് വരാൻ വേണ്ടി നടന്നു വരുന്നുണ്ട്. ഇവർ കണ്ട ഉടനെ എണീച്ച് രണ്ടുപേരും വസ്ത്രം അങ്ങോട്ടും ധരിച്ചു മാറ്റി. ഈ പരിഭ്രമത്തിൻ്റെ ഇടയിൽ ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠയുടെ വസ്ത്രം ദേവയാനിയും ധരിക്കാനിടയായി. അപ്പം ശർമ്മിഷ്ഠ അത് തെറ്റിദ്ധരിച്ചു. എന്താ, അവൾ രാജകുമാരിയാണ്, പട്ടുവസ്ത്രങ്ങളാണ്, അപ്പം ഇത് വേണം പറഞ്ഞിട്ടാണ് ദേവയാനി ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷേ ദേവയാനി പറഞ്ഞു ഇതിങ്ങനെയാണ് സംഭവിച്ചത്. അവളത് സമ്മതിച്ചില്ല. അവൾ എന്ത് ഊഹിച്ചു ചോദിച്ചാൽ, ഞാൻ രാജകുമാരിയാണ്, എൻ്റെ പട്ടുവസ്ത്രത്തിന് വേണ്ടി ദേവയാനി ചെയ്ത പണിയാണ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയായി. ഒടുവിൽ ഈ ദേവയാനിയെ ശർമ്മിഷ്ഠ ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഒരു പൊട്ടക്കിണർ, അതിൽ കുറച്ച് വെള്ളമുണ്ട്, തള്ളിയിട്ടു. ഇനി ഈ വന്ന മഹാരാജാവ് യയാതിയായിരുന്നു. യയാതി ആരാണ്? പുരൂരോസിൻ്റെ മൂത്തപുത്രനായ ആയുസ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്താണ് ശാപം, ഇയാളുടെ അഗസ്ത്യൻ്റെ ശാപം കൊണ്ട് കിണറ്റിൽ കൊടുക്കുന്ന മലമ്പാമ്പായി കിടക്കുന്ന ആൾ, ഇയാളാണ് പുരൂരോസ്. അതായത് ചന്ദ്രവംശത്തിലെ നല്ലൊരു ശ്രേഷ്ഠനായ രാജാവ്. ഇത് ദേവയാനിക്കൊന്നും അറിയില്ല കേട്ടോ. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട സമയത്ത് 4 ഭാഗം നോക്കി ആരുമില്ല. വേഗം കിണറ്റിൻ്റെ അകത്ത് നോക്കി ഒരു സ്ത്രീ ഇങ്ങനെ, ഒരു പെണ്ണ് ഇങ്ങനെ നിലവിളിക്കുന്നു. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? 4 ഭാഗം നോക്കി ഒന്നുമില്ല, ഒരു വസ്ത്രം ഇട്ട് കൊടുത്തു പിടിച്ചു കയറാൻ വേണ്ടി. അവർ ആ വസ്ത്രത്തിനെ പിടിച്ചു കയറി. മുകളിൽ കയറി എത്തുന്ന സമയത്ത് തൻ്റെ വലങ്കൈ കൊണ്ട് അവളുടെ കൈ പിടിച്ചു. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ, ഞാനിങ്ങനെ പറയണമെന്നേലും. വലങ്കൈ കൊണ്ട് പിടിച്ച് കരയിലേക്ക് കയറ്റി. അപ്പോൾ ഈ വസ്ത്രത്തിലും ആ ദേവയാനിയുടെ കയ്യിലും വെള്ളമുള്ളതുകൊണ്ട് രണ്ടുപേരുടെ കയ്യിലും ജലമായി. അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കരയ്ക്ക് കയറ്റി. അർദ്ധനഗ്നിയായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്? തൻ്റെ മേൽവേഷം എടുത്ത് കയ്യിൽ കൊടുത്തു. വസ്ത്രം മാനം മറയ്ക്കാനായി കൊടുത്തു. അപ്പോൾ ശർമ്മിഷ്ഠ എന്ത് പറഞ്ഞു? ഇന്ന് മുതൽ ശർമ്മിഷ്ഠയല്ല, ദേവയാനി എന്ത് പറഞ്ഞു? ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാവും? ഞാൻ നിന്നെ രക്ഷിച്ചു എന്നേ ഉള്ളൂ, ഞാൻ നിൻ്റെ ഭർത്താവൊന്നുമല്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, വേദങ്ങളും ഇതിഹാസങ്ങളും ശാസ്ത്രം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കന്യാസ്ത്രീയുടെ കരം പിടിച്ച് പാണിഗ്രഹണം ചെയ്താൽ ഭാര്യയാവും. പാണിഗ്രഹണം എന്ന് പറഞ്ഞാൽ പാണി പറഞ്ഞാൽ കൈ. പാണിഗ്രഹണം കഴിഞ്ഞാൽ 2 കൈയും സ്ത്രീയുടെയും പുരുഷൻ്റെയും കൈ പിടിച്ച് ജലം കൊണ്ട് ധാര കഴിച്ചാൽ അത് പാണിഗ്രഹണം എന്ന് പറയുക. ഇവിടെ ജലം വന്നു, അവർ 2 കൈയിലും വെള്ളമുള്ളതുകൊണ്ട് ജലം വന്നു, അപ്പോൾ പാണിഗ്രഹണമായി. 1, അങ്ങനെയാണെങ്കിൽ അവൾ ഭാര്യയാണ്. 2, വസ്ത്രം കൊടുത്താൽ, ഒരു കന്യകയ്ക്ക് ഒരു പുരുഷൻ വസ്ത്രം ദാനം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവൾ. അതും ഇവിടെ സംഭവിച്ചു. 3, സിന്ദൂരം അണിഞ്ഞാൽ, പുരുഷൻ സ്ത്രീയുടെ തലയിൽ സിന്ദൂരം അണിഞ്ഞാൽ അപ്പോഴും ഈ കന്യാസ്ത്രീ ഭാര്യയാവും. 4, താലി കെട്ടിയാൽ, താലി കെട്ടുന്നുണ്ടല്ലോ, ആ താലി കെട്ടിയാൽ ഭാര്യയാവും. 5, ഇത് ബ്രാഹ്മണരിലും ക്ഷത്രിയന്മാരിലൊക്കെ ഉള്ളതാണ്. അമ്മിക്കൽ ഉണ്ടല്ലോ, അതിൽ സ്ത്രീയുടെ കാലുകൊണ്ട് പിടിച്ച് വെച്ച് അഗ്നിയെ പ്രദക്ഷിണം വെച്ചാൽ ഭാര്യയാവും. അപ്പോൾ പിന്നെ മെട്ടി, അതായത് സ്ത്രീയുടെ കാലിൽ വിരലിൽ അണിക്കുന്ന ഒരു മോതിരം പോലെയുള്ളതാണ് മെട്ടി പറയാതെ. വെള്ളി കൊണ്ട്, സ്വർണം കൊണ്ട്, അത് ഇതനുസരിച്ച് ചെയ്യും. അത് ഒരു പുരുഷൻ ഒരു കന്യാസ്ത്രീയുടെ കാലിൽ അണിഞ്ഞാൽ അപ്പോഴും അവൾ ഭാര്യയാവും. ഇനി അടുത്തത്, അരുന്ധതിയെ കൈപിടിച്ചുകൊണ്ട് അരുന്ധതിയെ രാത്രി സമയങ്ങളിൽ അരുന്ധതി നക്ഷത്രത്തെ കാട്ടി ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും ഭാര്യയാവും. ഇതിൽ ഏതെങ്കിലും 2 ഉണ്ടെങ്കിൽ തീർച്ചയായും ഭാര്യയായും.
അപ്പം നിങ്ങൾ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഒന്ന്, എന്നെ പാണിഗ്രഹണം ചെയ്തു, വെള്ളം കൊണ്ട് അതിൽ ജലം ഉണ്ടായിരുന്നു, എൻ്റെ കൈ പിടിച്ചു കയറി. അപ്പോൾ നിങ്ങൾ രണ്ടാമത് എനിക്ക് വസ്ത്രം തന്നു, അതുകൊണ്ടും നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്ദ്രവംശത്തിലെ ഒരു ക്ഷത്രിയ രാജാവാണ് കുട്ടി, താങ്കളാണെങ്കിലോ ഇവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആരാണോ പറഞ്ഞു. പിന്നെ ശുക്രാചാര്യ ഗുരുവിൻ്റെ പുത്രിയാണ്, ബ്രാഹ്മണപുത്രിയാണ്. ശുക്രാചാര്യ വളരെ ശ്രേഷ്ഠനായ ഒരു ഗുരുവാണ്. അദ്ദേഹം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരില്ല എന്ന് മാത്രമല്ല, എന്നെ ശപിക്കുക കൂടി ചെയ്യും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കില്ല, എന്നെ വിട്ടേക്ക് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു, ഇല്ല, നിങ്ങളിത് ചെയ്തുകൊണ്ട് എന്നെ വേറെ ഒരു പുരുഷൻ വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് എന്നെ കഴിച്ചേ പറ്റും. ഒരുപോലെ എൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കും. ദേവയാനി പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, ചെയ്യാം എന്ന് പറഞ്ഞു. ഇവർ അച്ഛനോട് പറയാൻ പോകുമ്പോൾ ഈ ക്യാൻറ്റൽ തള്ളിയ വിവരം ഇതൊക്കെ പറഞ്ഞു അവിടെ. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹം വൃഷഭർവാട് ശർമ്മിഷ്ഠയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃഷഭർവാവ് പേടിച്ചു. കാരണം ഗുരുനാഥൻ എന്തെങ്കിലും ശപിച്ചാലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് ഗുരുനാഥൻ്റെ കാല് പിടിച്ചു, ഇങ്ങനെ തെറ്റ് പറ്റിയതാണ് ആൾക്ക്, എന്തെങ്കിലും മാപ്പ് തരണം. ഇദ്ദേഹം ദേവയാനിയുടെ എന്ത് പറഞ്ഞു അതേക്കെ ഉള്ളൂ. ഒടുവിൽ ദേവയാനി പറഞ്ഞു, എൻ്റെ ശിഷ്യത്തിയായി, അതായത് ഞാൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കുന്നവളാകെയാണെങ്കിൽ ഞാൻ മാപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ ഈ ശർമ്മിഷ്ഠ ഇവരുടെ ദേവയാനിയുടെ അടിമയായി. അതിനുശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ വന്നു വിവാഹം കഴിക്കുക എല്ലാം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആരാണ്? ശുക്രാചാര്യർ ഒരു വാക്ക് പറഞ്ഞു യയാതിയോട്. ഇദ്ദേഹം യയാതിയായിരുന്നു. യയാതി എന്ന രാജപുങ്കനായിരുന്നു. യയാതിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്, എൻ്റെ ജീവനേക്കാളും സ്നേഹിക്കുന്നവളാണ്. അവളുടെ ഹിതത്തിന് എന്തെങ്കിലും വിപരീതമായി നീ പെരുമാറിയാൽ എൻ്റെ ഭയങ്കര ശാപത്തിന് ഉത്തരവാദിയാവും എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയൊന്നും സംഭവിക്കില്ല പറഞ്ഞു. രണ്ടുപേരും കൂടെ വിവാഹം കഴിഞ്ഞ് പോയി. അങ്ങനെ അവരുടെ ശർമ്മിഷ്ഠയുടെ ദേവയാനിയുടെയും ഇയാളുടെയും വിവാഹം, യയാതിയുടെയും വിവാഹം കഴിഞ്ഞു. അങ്ങനെ അവർ രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇനി നമുക്ക് അടുത്തതിൽ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.